أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1148 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 1-2 ആയത്തുകളുടെ 5-ാം ദിവസ തുടർ പഠനമാണ് ഇന്നും തുടരുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. صدق الله العلي العظيم. സൂറത്തുൻ നൂറിലെ ആദ്യത്തെ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചർച്ചയിലാണ് നമ്മളുള്ളത്. 4 ദിവസം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒത്തിരി വിശദാംശങ്ങൾ നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ ഏതാനും ശ്രദ്ധേയമായ പ്രാധാന്യമുള്ള വിശദാംശങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുകയാണ്. ആർക്കെങ്കിലും അത് വീണ്ടും അതൊക്കെ ഓർമ്മ പുതുക്കണം എന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് വീഡിയോസ് വീണ്ടും ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വേശ്യാവൃത്തി, അതുപോലെ ജാരവൃത്തി, വ്യഭിചാരവൃത്തി, ഇങ്ങനെയുള്ള സംഗതികൾ കുറ്റം തെളിയിക്കപ്പെടാതെ ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഒരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിർദ്ദേശം. എല്ലാവർക്കും ബോധ്യമുള്ള സംഗതി ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന വിധത്തിൽ 4 സാക്ഷികളൊക്കെ ഹാജരാക്കിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കുറ്റം തെളിയിക്കപ്പെടാത്ത അവസ്ഥയിൽ, അത് വ്യഭിചാരവൃത്തി ആയാലും പ്രൊഫഷണൽ ആയുള്ള ഈ വേശ്യാവൃത്തി, പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയാലും, അത് ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ അത് തെളിയിക്കപ്പെടണം. നിയമപരമായ കോടതി പ്രക്രിയയിലൂടെ തെളിയിക്കപ്പെട്ടത് ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ഇസ്ലാമിലേക്ക് വന്ന ഒരു സ്ത്രീ, അവര് ഇസ്ലാമിന് മുമ്പ് നടത്തി വന്നിരുന്ന വേശ്യാവൃത്തിയുടെ ആ ശീലങ്ങളും രീതികളും ഒക്കെ ഇസ്ലാമിൽ വന്നതിന് ശേഷവും തുടർന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൗ കുന്തു റാജിമൻ അഹദൻ ബിഗൈരി ബയ്യിനത്തിൻ ലറജംതുഹ എന്നാണ്. ഒരു തെളിവ് ഇല്ലാത്ത വിധത്തിൽ ആരെയെങ്കിലും ഞാൻ എറിഞ്ഞു കൊല്ലുമായിരുന്നെങ്കിൽ ഞാൻ ഈ സ്ത്രീയെ എറിഞ്ഞു കൊല്ലുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. എന്ന് പറഞ്ഞാൽ അത്രയും പരസ്യമായ വിധത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ആണ് അവര് തുടർന്നു വന്നിരുന്ന വേശ്യാവൃത്തി എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്.
പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ വിധത്തില് സാക്ഷി വിസ്താരങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടല്ലാതെ അതിന്റെ പേരിൽ ശിക്ഷ നടപ്പിലാക്കുക, ഹദ്ദ് നടപ്പിലാക്കുക എന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. കോടതിക്കും അതുപോലെ ഇസ്ലാമിക ഭരണകൂടത്തിനും ഒക്കെ സാംസ്കാരിക സദാചാര പരമായ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള മറ്റു നടപടികളൊക്കെ പറ്റും. പക്ഷെ ഹദ്ദ് നടപ്പിലാക്കുക എന്നത്, അള്ളാഹു നിർദ്ദേശിച്ച വിധത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കുക എന്നത്, അത് സാക്ഷികളുള്ള വിധത്തിൽ തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ കുറ്റം സമ്മതിച്ചുകൊണ്ട് എന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരണം. എന്നാലേ അത് പ്രായോഗികമാവുകയുള്ളൂ. അപ്പോ 4 സാക്ഷികള് ഇതിനാവശ്യമാണ് എന്നത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സൂറത്തു നിസായിൽ തന്നെ അതിന്റെ സൂചന കാണാൻ കഴിയും. അതുപോലെ ഈ വിഷയം ഇപ്പോ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ വേശ്യാവൃത്തി നടത്തുന്നത് ഈ ശിക്ഷ വിധിക്കുന്ന ജഡ്ജി തന്നെ നേരിട്ട് കണ്ട വിഷയമാണെങ്കിൽ പോലും ജഡ്ജിന് സ്വന്തം നിലക്ക് അതില് ശിക്ഷ വിധിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അത് സാക്ഷ്യമുണ്ടാവണം, തെളിയിക്കപ്പെടണം. എന്നാലേ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൽ അത് തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അതിന് അനുവാദമുള്ളൂ. അതുപോലെ സാക്ഷ്യം പറയേണ്ട ആളുകൾ വളരെ വിശ്വാസയോഗ്യരായ ആളുകളാവണം. കള്ളസാക്ഷ്യം നേരത്തെ ഏതെങ്കിലും വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ആളുടെ സാക്ഷ്യം സ്വീകരിക്കപ്പെടുന്നതല്ല എന്നതാണ്. അതുപോലെ ഈ ആർക്കെതിരിലാണോ ആക്ഷേപം ഉയർന്നിട്ടുള്ളത് അയാളോട് വല്ല ശത്രുതയും ഉള്ള ആളാണ് സാക്ഷ്യം പറയുന്നതെങ്കിൽ അതും സ്വീകാര്യമാവുകയില്ല എന്നതും ഇസ്ലാമിക ശിക്ഷാവിധികളുടെ സംബന്ധമായ നിർദ്ദേശങ്ങളുടെ മഹത്വമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നേരത്തെ ഞാൻ വിശദമാക്കിയ വിധത്തിലുള്ള ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിൽ വ്യഭിചാരവൃത്തി തന്നെയാണ് സ്ത്രീയും പുരുഷനും വ്യഭിചാരവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന വിധത്തിലുള്ള സാക്ഷ്യവും തെളിവുമാണ് ഇക്കാര്യത്തില് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഇനി സാക്ഷികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും വ്യത്യസ്ത അഭിപ്രായം അവര് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സാക്ഷ്യം സ്വീകാര്യമല്ലാതെ വരും. അതുപോലെ ഒരു വിധവ ഗർഭിണിയായി അല്ലെങ്കിൽ ഒരു ഉടമ ഇല്ലാത്ത അല്ലെങ്കിൽ ആരുടെയും സംരക്ഷണത്തിലല്ലാത്ത അവസ്ഥയിലുള്ള അടിമ സ്ത്രീ ഗർഭിണിയായി എന്നതൊന്നും അവരുടെ കാര്യത്തിൽ ഈ വ്യഭിചാരത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കാനുള്ള തെളിവല്ല. അത് തെളിവായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിലും നിർദ്ദേശങ്ങളിലും ഒക്കെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളാണ്. ഗർഭം ഉണ്ടായി എന്നത് വ്യഭിചാര വൃത്തിക്കുള്ള തെളിവായിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല. കൺഫ്യസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് അംഗീകരിക്കപ്പെടുക. ഏതെങ്കിലും നിലക്കുള്ള സംശയത്തിന്റെ ഒരല്പം പഴുത് ഉണ്ട് എങ്കിൽ അത് വെച്ചുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കുകയല്ല വേണ്ടത്, വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് നൽകാനാണ് ഈ സംശയത്തിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ നടപ്പാക്കാതിരിക്കാൻ വല്ല പഴുതും ഉള്ള ഒരു വിഷയമാണെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാതിരിക്കുകയാണ് വേണ്ടത്. അതുപോലെ അത് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഇസ്ലാമിന്റെ ഒരു മാതൃക എന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വ്യാജ ആരോപണത്തിന് അടിസ്ഥാനരഹിതമായിട്ട് അപവാദം പറയുക, വ്യാജമായിട്ട് വ്യഭിചാരവൃത്തി ഒരാളുടെ മേല് ആക്ഷേപിക്കുകയാണെങ്കിൽ അതിന് 80 അടി ശിക്ഷയുണ്ടല്ലോ. എന്നാൽ ഇത് സ്വീകരിക്കപ്പെടാതെ പോയ സാക്ഷ്യത്തിന്റെ പേരിൽ ഉണ്ടാവുമോ എന്നതൊരു ചർച്ച
ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ വളരെ ഗൗരവത്തിൽ തന്നെ നടക്കുന്നത്. അത് സാക്ഷ്യം പറയുന്ന ആള് അയാളുടെ സാക്ഷ്യം അംഗീകരിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ അത് വ്യഭിചാര ആരോപണമായി പരിഗണിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ മുതിർന്ന ആൾക്ക് 80 അടി ശിക്ഷ നൽകപ്പെടുമോ എന്നതാണ് ഇതില് ഒരു പ്രാധാന്യമുള്ള വിഷയം. അതില് ഒരു പൊതുധാരണ അല്ലെങ്കിൽ പ്രഗത്ഭരായ പലരും പറയുന്ന ഒരു കാര്യം, സംശയത്തിന്റെ ആനുകൂല്യം ഈ സാക്ഷ്യം പറയാൻ വന്ന ആൾക്കും നൽകേണ്ടതുണ്ട് എന്നതാണ്. എന്ന് പറഞ്ഞാൽ സാക്ഷ്യം സ്വീകരിക്കപ്പെടാതെ പോയി എന്നത് വ്യഭിചാരം നടന്നിട്ടില്ല എന്നതിനുള്ള തെളിവൊന്നുമില്ല. അയാള് ആരോപണം ഉന്നയിച്ചതല്ല, ന്യായാധിപന്റെ മുന്നിൽ സാക്ഷിയായിട്ട് വന്നതാണല്ലോ. ഖുർആൻ ആരോപണം ഉന്നയിച്ച ഖദ്ഫ്, വ്യഭിചാര ആരോപണം ഉന്നയിച്ച വിഷയത്തിലാണ് ശിക്ഷ പരാമർശിക്കുന്നത്. എന്നാൽ സാക്ഷ്യം പറയാൻ വന്ന ഒരാള് ജഡ്ജിന്റെ മുന്നിൽ ഈ സാക്ഷ്യവിസ്താരം നടക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാതെ പോയി എന്നതിന്റെ പേരിൽ അയാള് കുറ്റാരോപണം നടത്തിയ അല്ലെങ്കിൽ വ്യഭിചാരാരോപണം നടത്തിയ ആളായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് 80 അടി ശിക്ഷ നൽകിക്കൂടാ. അതേ സമയത്ത് ഇയാള് നേരത്തെ പലരുടെയും മുന്നിൽ ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ഞാൻ കണ്ടതാണ് എന്ന നിലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്നിട്ട് പിന്നെ അത് തെളിയിക്കപ്പെടാതെ പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് ആരോപണമായിട്ട് പരിഗണിക്കപ്പെടും. സാക്ഷ്യം പറയേണ്ടത് ന്യായാധിപന്റെ മുന്നിലാണ്. ന്യായാധിപൻ അല്ലാത്ത ആളുകളുടെ മുന്നിൽ അതിങ്ങനെ പറഞ്ഞു നടക്കുക എന്നത് കുറ്റകരമായ വ്യഭിചാര ആരോപണം തന്നെയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ സാക്ഷ്യം സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്നത്, അങ്ങനെയുള്ള സാധ്യതയുണ്ട് എന്നത് പിന്നെ ഒരു വിഷയത്തിലും സാക്ഷ്യം പറയാൻ ആരും സന്നദ്ധരാകാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് സാക്ഷ്യം പറയുന്നത് സ്വീകരിക്കപ്പെടാതെ പോകുന്നതും വ്യഭിചാര ആരോപണം നടത്തുന്നതും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഇസ്ലാമിക പണ്ഡിതര്, ഫുഖഹാക്കള് നോക്കിക്കാണുന്നത്. ഇനി ശിക്ഷ നടപ്പിലാക്കുന്ന ഘട്ടത്തില് ഈ നേരത്തെ കുറ്റം സമ്മതിച്ചുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു വന്ന ആള് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടാനോ ശിക്ഷയിൽ നിന്ന് മുക്തനാകാനോ ഒക്കെ ആഗ്രഹിക്കുന്ന വിധത്തില് ആർത്തുകരയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സ്വന്തമായിട്ട് കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്ന വിധത്തിലേക്ക് പോയ ഒരാളെ കാര്യത്തില് അയാളെ തുടർന്ന് ശിക്ഷ നടപ്പിലാക്കേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശത്തിൽ നിന്ന് വെളിപ്പെടുന്ന കാര്യം. മായിസ് റളിയല്ലാഹു അൻഹു ആണ് ഇതില് ശ്രദ്ധേയമായ ഒരു വിഷയം. അദ്ദേഹം കുറ്റം സമ്മതിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ശിക്ഷ നടപ്പിലാക്കിയുണ്ടായത്. പക്ഷെ ശിക്ഷ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആർത്തു കരഞ്ഞുകൊണ്ട് എന്നെ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം, ഞാനത് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വിധത്തിൽ പറഞ്ഞപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാനിടയായപ്പോ നിങ്ങൾക്ക് അദ്ദേഹത്തെ വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് ചോദിച്ചൊരു സംഗതി കാണാൻ പറ്റും. എന്നാൽ അദ്ദേഹം ആ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയും അദ്ദേഹം അങ്ങനെ ചുമതലപ്പെടുത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയും ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഒരു സംഭവം ബസ്സാൽ ഇബ്നു നുഐം, ഈ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇത് സംബന്ധമായിട്ടുള്ള സംഭവം, അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ബസ്സാൽ ഇബ്നു നുഐം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹാബിയുടെ സംരക്ഷണത്തിൽ വളർന്ന ഒരു അനാഥനായിരുന്നു മായിസ്. ഇദ്ദേഹം വിമുക്തയായ, അടിമത്തത്തിൽ നിന്ന് വിമോചിതയായ ഒരു സ്ത്രീയുമായി വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടു എന്നതാണ് അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായ കുറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അത് ഏറ്റുപറയുകയും അങ്ങനെ ആവർത്തിച്ച്
അത് സംബന്ധിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. ശിക്ഷ നടപ്പിലാക്കിയ ഘട്ടത്തിലാണ് അദ്ദേഹം ആർത്തു കരഞ്ഞുകൊണ്ട് നബിയുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കരയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ശിക്ഷ അതിന് ചുമതലപ്പെടുത്തപ്പെട്ട ആളുകൾ നടപ്പിലാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ മറ്റൊരു സംഭവം റാമിദീയ എന്ന പേരിൽ അറിയപ്പെടുന്ന റാമിദീയ ഗോത്രത്തിലെ ഒരംഗമായിരുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ്. ജുഹൈന ഗോത്രത്തിന്റെ ഒരു ബ്രാഞ്ചാണ് ഈ റാമിദീയ ഗോത്രം. അപ്പൊ റാമിദീയ ഗോത്രത്തിലെ ഒരു സ്ത്രീ ഈ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള നിലക്ക് നിനക്ക് തോന്നിയതാവും എന്നൊക്കെയുള്ള നിലക്ക് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോ അവള് ഗർഭിണിയാണ് എന്ന് പറയുകയും ആവർത്തിച്ച് ഈ തെറ്റ് ചെയ്ത സംഗതി ഏറ്റു പറയുകയൊക്കെ ചെയ്യണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയക്കുന്നത് കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം വരാൻ പറഞ്ഞുകൊണ്ടാണ്. പ്രസവം കഴിഞ്ഞ് സ്വാഭാവികമായി അതിന് എടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ തെരഞ്ഞ് പോയി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അവര് സ്വമേധയാ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് വരികയാണ്. ആദ്യവട്ടം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് വൈഹക് ഇർജിഇ ഫസ്തഗ്ഫിരി ഇലല്ലാഹ് വതൂബി എന്നാണ്, വതൂബി ഇലൈഹി എന്നാണ്. കഷ്ടം ഇത്, നീ തിരിച്ചു പോ, എന്നിട്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേട്, തൗബ ചെയ്ത് മടങ്ങ് എന്ന് പറഞ്ഞ് ഈ ശിക്ഷ ചോദിച്ചു വാങ്ങുന്നതിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് കുഞ്ഞിനെയും കൊണ്ടുവന്നപ്പോ കുഞ്ഞ് മുലകുടി പ്രായത്തിലാണ്. അതിന്റെ പാല് കുടിക്കുന്ന കാലം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അങ്ങനെ പിന്നെ അപ്പ കഷ്ണം തിന്നുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് അവർ വരുന്നത്. അങ്ങനെ വന്നപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ സന്നദ്ധനായ ആരാണുള്ളത് എന്ന് ചോദിച്ചു. ഒരാളത് ഏറ്റെടുത്തു. അതിനെ തുടർന്നാണ് അവരുടെ ശിക്ഷ നടപ്പിലാക്കുന്നത്. അതുപോലെ കുറ്റം സമ്മതിക്കുന്ന ആള് വ്യഭിചാരവൃത്തി ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളോട് ഒരിക്കലും തന്നെ ആരുമായാണ് വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നത് ചോദിച്ചറിയാൻ പാടില്ല. അങ്ങനെ ചോദിച്ചറിയുന്ന ഒരു രീതി ഇസ്ലാമിലില്ല. അത് ബന്ധപ്പെട്ട ആള് സ്വമേധയാ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ശിക്ഷ നടപ്പിലാക്കപ്പെടും എന്നതാണ് അതിന്റെ ഇസ്ലാം പാലിച്ചു വരുന്ന ഒരു മര്യാദ. അപ്പോ തേടിപ്പിടിച്ച് നടന്ന് ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി കാര്യത്തിലില്ല. ഇനി ബന്ധപ്പെട്ട ഈ വ്യഭിചാരവൃത്തി ചെയ്തു എന്ന് പറയുന്ന ആള് ആണായാലും പെണ്ണായാലും മറുകക്ഷിയുടെ പേര് വെളിപ്പെടുത്തുകയാണെങ്കിൽ അവരോട് അന്വേഷിക്കുകയും അവരത് ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ കാര്യത്തിലും ശിക്ഷ നടപ്പിലാക്കും എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അതുപോലെ വിവാഹിതരായ ആണായാലും പെണ്ണായാലും അതിനുള്ള ശിക്ഷ എറിഞ്ഞുകൊല്ലലാണ്. അതുപോലെ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുള്ളത് ഈ ഖുർആൻ നിർദ്ദേശിക്കുന്ന 100 അടി ആദ്യം നൽകിയിട്ട് എറിഞ്ഞുകൊല്ലുകയാണ് വേണ്ടത് എന്ന ഒരു നിരീക്ഷണം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിന് ഉപോത്ഫലകമായിട്ടുള്ള ഒരു ഹദീസും സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പിലാക്കപ്പെട്ട ഒരു ശിക്ഷയല്ലാതെ അങ്ങനെ 100 അടിയും പിന്നെ എറിഞ്ഞുകൊല്ലുകയും ചെയ്യുക എന്നുള്ള സംഗതി ഒരിക്കൽ പോലും വേറെ നടപ്പിലാക്കപ്പെടുന്നില്ല. എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് മാത്രമേ ശിക്ഷയായിട്ട് ഈ വിവാഹിതരുടെ വ്യഭിചാരവൃത്തിക്ക് ശിക്ഷയായിട്ട് ഒരു പൊതു അംഗീകാരം ഉള്ള ഒരു വിഷയം എന്നുള്ള നിലക്ക് പിന്തുടർന്നു വരുന്നത് അങ്ങനെയാണ്. അപ്പോ ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാമിക കോടതികൾ നടപ്പിലാക്കുന്ന ശിക്ഷാവിധികളിൽ 2 ഇനങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള ശിക്ഷാവിധി. അതിനാണ് ഹദ്ദ് എന്ന് പറയുന്നത്. ഹദ്ദ് എന്ന് പറഞ്ഞാൽ ദൈവികമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷയാണ്. ഇതല്ലാത്ത വേറൊരു ശിക്ഷ കോടതി അല്ലെങ്കിൽ ന്യായാധിപൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ കൗൺസിൽ അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ശിക്ഷകളുണ്ട്. അതിനാണ് തഅ്സീർ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തില് ശിക്ഷ എന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷണ നടപടിയാണ്. ചിലപ്പോ തടവിലിടുക എന്നുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോ നാട് കടത്തുക, 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒക്കെ അവിടുന്ന് ആ പ്രദേശത്തേക്ക് വരാൻ പാടില്ല എന്ന വിധത്തില് ഒരു കണിശമായ നിർദ്ദേശം നൽകുക എന്നത്, ഇങ്ങനത്തെ ചില ശിക്ഷാവിധികൾ. അതുപോലെ അടി നൽകുന്ന ശിക്ഷയായിട്ട് നൽകുന്ന കാര്യത്തിൽ തന്നെ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ലാത്ത ശിക്ഷാവിധികൾ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അത് 10 അടിയിൽ കുറഞ്ഞ വിധത്തിൽ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ 10ൽ കൂടുതൽ അടി നടപ്പിലാക്കാൻ പാടില്ല. അതുപോലെ ശിക്ഷാവിധികൾ പരസ്യമായിട്ടാണ്, സാക്ഷികളുള്ള വിധത്തിലാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. അതുപോലെ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുന്നത് വിവാഹിതനായ ഒരു പുരുഷൻ അവിവാഹിതയായ ഒരു സ്ത്രീയുമായിട്ടാണെങ്കിൽ ശിക്ഷയിൽ വിവാഹിതന് നേരത്തെ പറഞ്ഞ എറിഞ്ഞുകൊല്ലൽ തന്നെയാണുള്ളത്. അവിവാഹിതയായ ആ സ്ത്രീക്ക് 100 അടിയും തന്നെയാണുള്ളത്. അതിൽ മാറ്റമില്ല. മറിച്ചും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഒരു സംഭവം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഒതുക്കി തീർക്കുന്ന ഒരു പരിപാടി ഈ കാര്യത്തില് വ്യഭിചാര വൃത്തിയിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. അഭിമാനത്തിന് അങ്ങനെ പണത്തിന്റെ മൂല്യം നിർണയിച്ചുകൊണ്ട് വിഷയം ഒതുക്കി തീർക്കുന്ന ഒരു ഏർപ്പാട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ് അത് സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഖുലഫാഉർ റാഷിദുകൾ അവരുടെ നടപടിക്രമങ്ങളിലൂടെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളതും എല്ലാവരും ഒരു ഏകാഭിപ്രായത്തിൽ തന്നെ നിലപാടെടുത്തിട്ടുള്ളതുമായ വിഷയമാണ് വിവാഹിതരായ സ്ത്രീ പുരുഷന്മാര് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അവർക്ക് ശിക്ഷ എറിഞ്ഞു കൊല്ലലാണ് എന്നത്. പക്ഷെ അതിന് 2 സാധ്യതകളേ ഉള്ളൂ. ഒന്ന്, 4 സാക്ഷികൾ ഉണ്ടാവണം. അത് അപൂർവങ്ങളിൽ അപൂർവം ആയിട്ട് പോലും ഉണ്ടാവാൻ ഇടയില്ല. പിന്നെ കൺഫ്യസ് ചെയ്യലാണ്, ഏറ്റുപറയലാണ്. അത് മാത്രമാണ് അതില് ഒരു സാധ്യതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ബലാത്സംഗ വിഷയം, റേപ്പ് എന്ന വിഷയത്തില് വളരെ നിർദാക്ഷിണ്യം തന്നെ എറിഞ്ഞുകൊല്ലുക എന്നത് ശിക്ഷയായിട്ട് നടപ്പിലാക്കുന്നു എന്നതാണ് അതിൽ ഇസ്ലാം സ്വീകരിച്ചു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിയിലൂടെ തന്നെ സ്ഥാപിതമായ കാര്യം. ഇത് ശിക്ഷ നടപ്പിലാക്കുന്നത് ഇവിടെ നമ്മൾ വായിച്ച ആയത്തിൽ ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻകുമ മിഅത ജൽദ എന്നാണ്. അതിന്റെ റൂട്ട് വേർഡ് ജിൽദാണ്, തൊലി എന്നാണ്. ശരീരത്തിന്റെ തൊലി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടിയുടെ ആഘാതം കൊണ്ട് തൊലി പൊട്ടിപ്പൊളിഞ്ഞു പോവുക, മാംസം തെറിച്ചു പോവുക, ഈ വിധത്തിലൊന്നും അടിക്കാൻ പാടില്ല. പുരുഷനാണെങ്കിൽ നിർത്തി ആണ് അടിക്കേണ്ടത്. സ്ത്രീയാണെങ്കിൽ വസ്ത്രങ്ങളൊക്കെ നന്നായി ധരിച്ചതിന് ശേഷം അതൊക്കെ കൂട്ടിക്കെട്ടി വസ്ത്രം നഗ്നത വെളിപ്പെടാൻ അവസരമില്ലാത്ത വിധത്തിൽ ഇരുത്തിയിട്ടാണ് അടിക്കേണ്ടത്. അത് ചാട്ടവാറ്, വിപ്പാണ് അതിന് ഉപയോഗിക്കുക. തോലുകൊണ്ടുള്ള വിപ്പ് ആണ് അത്. ശരീരത്തിന് വലിയ കേടുപാടുകൾ പറ്റുന്ന വിധത്തിലുള്ള അടി അല്ലെങ്കിൽ പ്രഹരം അടിക്കാൻ പാടില്ല. വേദന അനുഭവപ്പെടാൻ തീർച്ചയായിട്ടും കാരണമാകുന്ന വിധത്തിലാണ് അടിക്കേണ്ടത്. അത് പരസ്യമായിട്ടാണ് ചെയ്യേണ്ടത്. ആഴത്തിലുള്ള തൊലി പൊട്ടിപ്പോവുകയോ മാംസം തെറിച്ചു പോവുകയോ ചെയ്യുന്ന വിധത്തിൽ അടിക്കാൻ പാടില്ല എന്നതാണ് ഇത് സംബന്ധമായ നിർദ്ദേശം. അതുപോലെ വളരെ കട്ടിയുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി വരുന്നതെങ്കിൽ മാത്രമാണ് ആ വസ്ത്രങ്ങൾ നീക്കേണ്ടത്. അല്ലാതെ നേരത്തെ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത്, ആണായാലും പെണ്ണായാലും വസ്ത്രം നീക്കിക്കൊണ്ടല്ല
വിധി നടപ്പിലാക്കേണ്ടത്. അതുപോലെ ശരീരത്തിന്റെ മുഖവും ഗുഹ്യഭാഗങ്ങളും ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാ ഭാഗങ്ങളിലുമായിട്ടാണ് അടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടരെ അടിച്ചുകൊണ്ടിരിക്കുക എന്നത് പാടില്ല. അതുപോലെ മറ്റൊന്ന്, ശൈത്യകാലത്ത് അല്പം ചൂടൊക്കെ ഉള്ള സമയത്തും അതുപോലെ ഉഷ്ണകാലത്ത് അല്പം കുളിരൊക്കെ ഉണ്ടാവുന്ന സമയത്തുമാണ് ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത്, അടി നടപ്പിലാക്കേണ്ടത്. അതുപോലെ 100 അടി ഒരുമിച്ച് നൽകുന്നത് അയാൾക്ക് ജീവഹാനിയൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ 20 അടി വീതം പല ദിവസങ്ങളിലായിട്ട് ചെയ്യാവുന്നതാണ് എന്നും പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ഒന്നിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായത് എന്ന അഭിപ്രായമാണുള്ളത്. അതുപോലെ അടിക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കാൻ പാടില്ല. വകതിരിവുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന ബോധമുള്ള ആളുകൾ മാത്രമേ ഏൽപ്പിക്കാൻ പാടുള്ളൂ. അത് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് വന്ന 4 സാക്ഷികൾ ഉണ്ടായിക്കൊണ്ട് ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന വിഷയമാണെങ്കിൽ അതിലൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുക എന്നതിന്റെ ഭാഗമായിട്ട് ഈ സാക്ഷ്യം പറഞ്ഞ ആള് തന്നെയാണ് ഈ അടി ആദ്യമായിട്ട് നടപ്പിലാക്കേണ്ടത്. ഇനി കൺഫെഷനാണ് വിഷയമെങ്കിൽ അതില് വിധി പ്രസ്താവിച്ച ന്യായാധിപനാണ് ആദ്യം അടിച്ചു തുടങ്ങേണ്ടത്. അതുപോലെ സമൂഹത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ള പ്രമുഖരായ ആളുകളാണ് ഈ ഹദ് നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടിരുന്നതും എന്ന് കാണാൻ കഴിയും. വളരെ പ്രമുഖരായ സഹാബിമാര് അലി റളിയല്ലാഹു അൻഹു, ലഹാഖ്, അതുപോലെ സുബൈർ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള പ്രമുഖരായ സഹാബിമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹദ് നടപ്പിലാക്കുന്നതിന് ചുമതലപ്പെടുത്തപ്പെട്ടിരുന്നത്. അതുപോലെ ശമന പ്രതീക്ഷയില്ലാത്ത രോഗത്തിന്റെ അവസ്ഥയിലുള്ള ആളുകളാണ് ഇതിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നതെങ്കിൽ അത് ഒരു 100 ഇണറുകളുള്ള 100 അടറുകളുള്ള ഒരു ചാട്ടവാറ് കൊണ്ട് ഒറ്റ തവണ അടിച്ചുകൊണ്ട് മതിയാക്കാവുന്നതാണ് എന്ന വിധത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ ഗർഭിണിയെ അടിക്കുന്നത് അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടത്. അതുപോലെ എറിഞ്ഞു കൊല്ലുന്നതാണ് ആ വിഷയമാണെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കുന്ന കാലം കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടത് എന്നതൊക്കെ ഇത് സംബന്ധമായിട്ടുള്ള ഫുഖഹാക്കള് ഖുർആന്റെയും സുന്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളാണ്, അല്ലെങ്കിൽ സംബന്ധമായിട്ടുള്ള നിയമങ്ങളാണ്. അതുപോലെ വളരെ മൃഗീയമായ ശിക്ഷ എന്നൊരു രീതിയല്ല. അതേസമയത്ത് വളരെ ആളുകൾക്ക് ഇത്തരം തിന്മകളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്ന വിധത്തിൽ നല്ല ഭീതി ഉണ്ടാക്കുന്ന ഒരു നടപടി എന്ന നിലക്കാണ് ഈ ശിക്ഷാവിധി പാലിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് അതിലൊരു ഭീകരത സൃഷ്ടിക്കുക എന്നതല്ല, ആളുകൾക്ക് അത് സംബന്ധമായിട്ടൊരു ഭയം നിലനിൽക്കുന്ന സമൂഹത്തിൽ അത് വളരെ നിസ്സാരമായ ഒരു സംഗതിയായിട്ട്, പണ്ടൊരു കേരള മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന പോലെ, ഒരു കാപ്പി കുടിക്കുന്ന ചായ കുടിക്കുന്ന പോലെയുള്ള ഒരു സംഗതിയായിട്ട് ഈ വ്യഭിചാര വൃത്തിയെ നോക്കിക്കാണാൻ പാടില്ല എന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഒരു സ്പിരിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ വ്യഭിചാര വൃത്തിയുടെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട ഒരാളെ എന്തെങ്കിലും നിലക്ക് അനാദരവ് കാണിച്ചുകൊണ്ട് ഉള്ള പരാമർശം നടത്തുന്നതോ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ അങ്ങനെയുള്ള അനാദരവ് കാണിക്കുന്നതോ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവരെ സംസ്കരിക്കണം, കഴുകി ശുദ്ധിയാക്കി കുളിപ്പിച്ച് അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കാരം നടത്തണം. അതുപോലെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ തന്നെയാണ് അവരെ മറമാടേണ്ടത്. മഗ്ഫിറത്തിനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ദുഷിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ യാതൊന്നും തന്നെ നടത്താൻ പാടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തില് അവര് റജിം എന്നാണ് പറയുക, ഈ എറിഞ്ഞു കൊല്ലുന്ന സംഗതി. അപ്പോ അത് നടപ്പിലാക്കിയതിന് ശേഷം പറയുകയുണ്ടായത്, നിങ്ങൾ മായിസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന
സമൂഹത്തിലെ എല്ലാവരുടെ മേലും വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ അത് എല്ലാവർക്കും മതിയാകുമായിരുന്നു. അതിനു മാത്രം ആത്മാർത്ഥതയോടുകൂടി വളരെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ടുള്ള പശ്ചാത്താപമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. അതുപോലെ ഗാമിദിയയുടെ കാര്യത്തില് ഒരു മോശം പരാമർശം നടത്തിയ ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്, നിങ്ങൾ അവരെ വിട്ടേക്കണം, അവര് ഒരു അക്രമപരമായി ചുങ്കം പിരിക്കുന്ന ഒരാളുടെ പാപങ്ങൾ പോലും പുറത്തു കൊടുക്കാൻ കാരണമാവുന്ന വിധത്തിലുള്ള തൗബ നടത്തിയിട്ടുണ്ട് ഗാമിദിയ എന്ന സ്ത്രീ. അതുകൊണ്ട് അവരെ മോശമായിട്ട് പരാമർശിക്കുന്ന യാതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ തിരുത്തിക്കൊണ്ട് പറയുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദ് നടപ്പിലാക്കപ്പെട്ട ഒരാളെ കുറിച്ച് ദുഷിച്ചു പറയുന്നതായിട്ടൊരു സഹാബി ദുഷിച്ചു പറയുന്നതായിട്ട് കേട്ടപ്പോ അദ്ദേഹത്തോട് പറയുകയുണ്ടായത്, ഒരു കഴുതയുടെ ശവം പരിസരത്ത് കിടക്കുന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്, ഇതിൽ നിന്ന് അല്പം എടുത്ത് ഭക്ഷിച്ചോളൂ എന്നാണ്. അപ്പോ അയാൾ പറയുന്നത്, പ്രവാചകരെ, അത് ചത്ത കഴുതയല്ല, അതിനെ ആരാണ് തിന്നാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ സഹോദരനെ കുറിച്ച് നിങ്ങൾ അവന്റെ അഭിമാനത്തെ സ്പർശിക്കുന്ന വിധത്തില് നീ സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമായത് ഈ ചത്ത കഴുതയുടെ മാംസം എടുത്ത് ഭക്ഷിക്കലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുകയുണ്ടായത്. മദ്യപാനത്തിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഇതുപോലെയുള്ള ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അത് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളെ നിന്ദിച്ചുകൊണ്ടുള്ള സംസാരം ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വിശദമായൊരു സംസാരം തന്നെ നമ്മൾ ഇതിനകം 4-5 ദിവസങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഈ ശിക്ഷാവിധിയുടെ വളരെ ശ്രദ്ധേയമായ 3-4 ഫലം അല്ലെങ്കിൽ ഇസ്ലാം ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ, ഒന്ന്, കുറ്റം ആവർത്തിച്ച് ചെയ്യുന്നത് തടയാൻ ഇത് ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയാണ്. മറ്റൊന്ന്, സമൂഹത്തിന് പൊതുവായിട്ട് ഒരു പാഠമാവണം ഇത് എന്നതാണ് അതിന്റെ താല്പര്യം. അതുപോലെ മറ്റൊരു ഗുണം, ഭരണാധികാരി ഒരിക്കലും തന്നെ ഇതിന്റെ പേരിൽ ആക്ഷേപ വിധേയനാവുകയില്ല പരസ്യമായിട്ട് നടപ്പിലാക്കുന്ന ഈ കാര്യത്തിന്റെ ഇതിനാൽ. അപ്പോ ഇസ്ലാമിന്റെ ഈ നടപടി, വ്യഭിചാരവൃത്തിക്കുള്ള ശിക്ഷാ നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ ഒരിക്കലും തന്നെ ഭരണാധികാരി ആക്ഷേപത്തിന് വിധേയനാകാൻ അവസരം ഉണ്ടാക്കുന്നില്ല എന്ന ഒരു മഹത്വം കൂടി ഈ കാര്യത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവല് ഇപ്പോ സമകാലിക കേരള സമൂഹത്തില് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളും ആ വിഷയങ്ങളിൽ നമ്മുടെ ഭരണകർത്താക്കൾ എടുക്കുന്ന നിലപാടുകളും ഒക്കെ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇസ്ലാമിന്റെ ഈ നിർദ്ദേശങ്ങളൊക്കെ എത്ര മഹത്തരമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടും. എന്നാലും കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് തുടർന്നുള്ള ആയത്തുകളുടെ പഠനം നിർവഹിക്കുമ്പോൾ നമുക്ക് അത് പരിഗണിക്കാം, നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.